ഓം ദേവോഭ്യോ നമ. തൊട്ട് തൊഴോ, കയ്യൊന്നും നനയ്ക്കുക പുറത്തേക്ക്. ഇനി നടുക്ക് വെള്ളുരുട്ടി ഒരു പ്രാവശ്യം ചേർന്ന് ചന്ദനം കൂട്ടി ഒരു പ്രാവശ്യം ചേർന്ന് ഒരിക്കൽ ജലം തെറിപ്പിക്കുക. ഒരു പൂവെടുത്ത് വെച്ച് തൊട്ടിക്കൊള്ളുക. ഓം പിതൃഭ്യോ നമ. കയ്യൊന്ന് നനയ്ക്കുക. അഞ്ച് പ്രാവശ്യം ഓരോ പൂവായിട്ട് പിണ്ണത്തിന്റെ മുകളിലേക്ക് എടുത്ത് വയ്ക്കുക. പഞ്ചഭൂതങ്ങളെ മനസ്സിൽ ധ്യാനിക്കുക. ഓം പ്രജാപതി നാമാവന 5 പ്രാവശ്യം ജപിച്ചോളൂ. മൂന്ന് പ്രാവശ്യം ഗർഭയുടെ കണക്കിൽ തലക്കിലേക്ക് ജലം തർപ്പിക്കുക. ഓം പിതൃഭ്യോ നമ. ഓം പിതൃഭ്യോ നമ. ഓം ദേവോഭ്യോ നമ. ഗർഭയുടെ കടയ്ക്ക് ഒരു പ്രാവശ്യം ജലം തർപ്പിക്കുക. കട തൊട്ട് തൊഴുത് കടയ്ക്കുന്ന ഒരു ലേശം ജലം എടുത്ത് ശരീരത്തിലേക്ക് തെളിച്ചോളൂ. അതാണ് പാദതീർത്ഥം. കയ്യൊന്നും നനച്ച് ബാക്കിയുള്ള പൂവ് ചന്ദനം എല്ലാം കൂടി കൂട്ടി എല്ലാം കൂടി കൂട്ടിയെടുക്കും. വെള്ളം കൂടി കൂട്ടി 2 കൈലിക്കാക്കി പിടിക്കും. 2 കൈലിക്കാക്കി പിടിച്ച് പിണ്ണത്തിന് 3 ചുറ്റി ആവാഹിക്കും. ആവാഹിച്ച് 2 കൈയും കൂടി ഒരുമിച്ചാക്കി തൊഴുതു. പരീക്ഷയിൽ നിന്ന് നടന്ന അടശ്രാദ്ധത്തിന്റെ ഭാഗമായി ചെയ്ത ശേഷക്രിയകൾക്ക് പിതൃലോകത്തു നിന്ന് ആവാഹിച്ചിട്ടുള്ള വംശപിതൃക്കളെ പിതൃലോകത്തേക്കും ദേവലോകത്തു നിന്ന് ആവാഹിച്ചിട്ടുള്ള അശ്വിനി ദേവതകളെ ദേവലോകത്തേക്ക് ഉദ്ദേശിക്കുന്നു മനസ്സിൽ ധ്യാനിച്ച് കൈകൾ തുറന്ന് മുകളിലേക്ക് ഉയർത്തി കാണിച്ച് മൂക്കിൻ്റെ അടുത്ത് കൊണ്ട് 100 പ്രാവശ്യം ശ്വാസം എടുക്കുക. നമോ നാരായണ ജപിച്ച് പിണ്ണത്തിൻ്റെ മുകളിലേക്ക് കൈ കൊടുത്തിട്ടുണ്ട്. പിണ്ണം തൊട്ട് തൊഴുത് പിണ്ണത്തിൽ നിന്ന് ഒരു പൂ കൊടുത്ത് വാസനിക്ക് പിന്നിരിക്കുകകളെ ഉദ്ഘോഷണം ചെയ്യുക. കൈയൊന്നും നനയ്ക്കുക. എല്ലാ പിണ്ണും നടുക്കിലേക്കാക്കി ബാക്കി 2 ഇലയിൽ ബാക്കിയുള്ളതൊക്കെ തുടച്ച് പിണ്ണത്തിലേക്ക് ഇടുക. എല്ലാം തുടച്ചിട്ടോളാം. ഇല ഒരുമിച്ച് വെച്ച് പിണ്ണത്തിന്റെ ഇലയിലേക്ക് കയറ്റി വെച്ചോളൂ. പിണ്ണൊക്കെ കിണ്ടിന്ന് വെള്ളം എടുത്ത് 2 കൈയും നനച്ച് കിണ്ടി മുമ്പിലേക്ക് വയ്ക്കുക. 2 കൈയും നനച്ചോളൂ. കിണ്ടി മുമ്പിലേക്ക് വയ്ക്കുക. ഇല തൊട്ട് തൊഴുക, നിലം തൊട്ട് തൊഴുക, കിണ്ടി തൊട്ട് തൊഴുക. എഴുന്നേറ്റ് തൊഴുത് വെക്കുക. എഴുന്നേറ്റ് തൊഴുത് നിന്ന് ആർക്ക് വേണ്ടിയാണോ ശ്രാദ്ധം ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മരിച്ച നാളെ പേര് മനസ്സിൽ ധ്യാനിക്കുക. വംശപിതൃക്കളെയും അശ്വിനി ദേവതകളെയും പരദേവതകളെയും ഗുരുപരമ്പരകളെയും മനസ്സിൽ ധ്യാനിച്ച് ഇന്ന് നടന്ന അണ്ടശ്രാദ്ധത്തിന്റെ ഭാഗമായി ചെയ്ത ശേഷക്രിയകൾ കൈക്കൊണ്ട് എല്ലാവരുടെ ആത്മാവിലും മോക്ഷപ്രാപ്തി ഉണ്ടാകണമെന്ന് ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് മനസ്സിൽ ധ്യാനിക്കുക. നമോ നാരായണ ജപിച്ച് പിണ്ണം തൊട്ട് നമസ്കരിക്കുമോ? പറ്റുന്നമാര് നമസ്കരിക്കുമോ? എന്നിട്ട് ആ പവിത്രം കെട്ടഴിച്ച് പിണ്ണത്തിന്റെ മുകളിലേക്കിടും. കെട്ടഴിച്ച് വയ്ക്കും, അല്ലെ പൊട്ടിച്ച് വയ്ക്കും. വലതേല് പിണ്ണെടുത്തോളം ഇടതേല് കിണ്ടിയിരിക്കും.